ഫീഡിങ് ടെസ്റ്റ് ആണ്. ആൻഡ് ഓഫ് കോഴ്സ് ആളുടെ കൈ കൊണ്ട് തന്നെയാണ് എന്നെ ഫീഡ് ചെയ്തത്. ഓ, ഫീഡിങ് ടെസ്റ്റ്. വായന്റെ ഉള്ളിൽ ചപ്പാത്തിയും ബ്രെഡും കൂടി തിരികെ കയറ്റി കഴിക്കാൻ ഫീഡിങ് ടെസ്റ്റ് പാസ്. വാവോ, എത്ര മനോഹരമായ ആചാരം. അത് എന്റെ ഈഗോ ടെസ്റ്റ് ആണ്. ഓഫ് കോഴ്സ് ഹീസ് എ മാൻ വിത്ത് സീറോ ഈഗോ. പെങ്കൊച്ചിന്റെ ചെരുപ്പിന്റെ വള്ളി വലിച്ചിട്ടാൽ നിങ്ങൾ ഈഗോ ടെസ്റ്റും പാസ്സാവും. അടുത്ത ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ എത്ര നേരം ആളെന്റെ കൈ വിട്ടിരിക്കുന്നതാണ് ആ ടെസ്റ്റിന്റെ പേര്. ഞാൻ മനഃപൂർവ്വം ആളുടെ കൈ വിട്ട് ഞാൻ ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നു. ആള് വിത്തിൻ സെക്കൻഡ്സ് തന്നെ എന്റെ കൈ ഹോൾഡ് ചെയ്തു. ആ ടെസ്റ്റും ആൾ അങ്ങനെ പാസ്സായി. ഇടയ്ക്ക് കൈയൊക്കെ ഒന്ന് വിട്ടോട്ടം പോയേ. ഓനിപ്പോ ഒന്ന് മൂത്രിക്കാൻ പോകണ്ട, എന്തോ കാട്ടുക. ഒരു കൈ അന്യം പിടിക്കണം, മറ്റേ കൈ സുന്നാമണിയും പിടിക്കണോ? അടുത്ത റോഡിൽ കൂടെ നടക്കുമ്പോൾ ആളുടെ കെയറിംഗ് ആയിരുന്നു. ആൾ അതും പാസ്സായി. അങ്ങനെ ലേണിംഗ് കഴിഞ്ഞ് റോഡ് ടെസ്റ്റും പാസ്സായി. റോഡ് ടെസ്റ്റ് പാസ്സാൻ വലിയ പണിയൊന്നുമില്ല. ഒപ്പം നടക്കുന്ന ആളെ അരക്കൂടെ കൈ പിടിച്ചാൽ മതി. റോഡ് ടെസ്റ്റ് പാസ്. അടുത്തത് എലിവേറ്റർ ടെസ്റ്റ് ആണ്. ആളെ എത്രത്തോളം എലിവേറ്ററിൽ നടക്കുമ്പോ കെയർ ചെയ്യുന്നതാണ്. ആളെ ലിറ്ററലി എന്റെ കൈ പിടിച്ചിട്ട് എന്റെ ഫ്രണ്ടിൽ നിർത്തി ആള് ഫുൾ. എലിവേറ്റർ ടെസ്റ്റ് പാസ്സായി. എന്റെ കയ്യിൽ വേറെ ഐഡിയ ഉണ്ട്. കുട്ടി എലിവേറ്റർ കയറണ്ട, ഓ കുട്ടിയെ തോള് വെച്ച് കയറട്ടെ. എങ്ങനെ ഉണ്ടായിരിക്കും എന്ന് പറയുന്നത് സൺലൈറ്റ് ടെസ്റ്റ് ആണ്. ആൾ എന്നെ വെയിലടിക്കാണ്ട് സൂക്ഷിക്കുമെന്നാണ്. നല്ല താപ്പായി വാങ്ങി മേലെ കൂടെ ഇട്ടേക്ക്. അതാ ഒറ്റപ്പടി വെയിലടിക്കത്തില്ലല്ലോ, പെട്ടെന്ന് തന്നെ ടെസ്റ്റ് പാസ്സാവുകയും ചെയ്യും. കോഴ്സ് ആളെന്നെ വെയിലടിക്കാണ്ട് സൂക്ഷിച്ചു. അല്ലെങ്കിൽ സൂര്യനോട് പറ, അങ്ങനെ തിരിഞ്ഞു നിൽക്കുക. നിങ്ങളെ നടന്നു പോകുമ്പോഴേ അതാ ഇത്ര ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ.